നമസ്കാരം. കുവൈറ്റിൽ റെസിഡൻസ് വിസ നിയമങ്ങൾ ലംഘിക്കുന്ന പ്രവാസികൾക്കെതിരെ കർശന നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ നിയമം വരികയാണ്. നിയമത്തിന്റെ കരടിന് കുവൈറ്റ് മന്ത്രിസഭ അംഗീകാരം നൽകിയതായി സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ആക്ടിംഗ് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബാഹിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാബിനറ്റിന്റെ പ്രതിവാര യോഗമാണ് കരട് നിയമത്തിന് അംഗീകാരം നൽകിയത്. കുവൈറ്റിലെ റെസിഡൻഷ്യൽ ഏരിയകളിലും മറ്റ് താമസ ഇടങ്ങളിലും ഉള്ള വ്യാപാരം നിരോധിക്കുക, വിദേശികളെ നാടുകടത്തുകയും പുറത്താക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിശ്ചയിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയുള്ള വിദേശികളുടെ താമസാവകാശം സംബന്ധിച്ച കരട് ഉത്തരവിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. കരട് നിയമത്തിൽ 36 ആർട്ടിക്കിളുകൾ അടങ്ങിയിരിക്കുന്നതായി അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. എൻട്രി വിസ, റെസിഡൻസ് പെർമിറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ടും പ്രവാസിയുടെ റിക്രൂട്ട്മെന്റുമായും ബന്ധപ്പെട്ട ഏതൊരുവിധ സംശയങ്ങളും പുതിയ കരട് നിയമത്തിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നതാണ്. പ്രവാസിയുടെ റെസിഡൻസ് വിസ, താൽക്കാലിക വിസ, വിസിറ്റ് വിസ എന്നിവയുടെ കാലാവധി തീരുകയും വിസ പുതുക്കാതെ പ്രവാസി രാജ്യത്ത് തന്നെ തുടരുകയും ചെയ്യുന്ന പക്ഷം അക്കാര്യം പ്രവാസികളുടെ സ്പോൺസർമാർ ആഭ്യന്തര മന്ത്രാലയത്തിലെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണമെന്ന വ്യവസ്ഥയാണ് കരട് നിയമത്തിലെ മറ്റൊരു പ്രധാന കാര്യം. നാഷണൽ ഗാർഡിന്റെ മേധാവിയായി ഷെയ്ഖ് മുബാറക് ഹമൂദ് അൽ ജാബർ അൽ സബാഹിനെ നിയമിക്കുന്നതിനുള്ള കരട് ഉത്തരവിനും മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്.